മച്ചാമാരെ അങ്ങനെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് സാധിക്കും. ഇപ്പോൾ ഉറങ്ങി എണീച്ച് റെഡിയായി. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം, നേരെ പോകണം. അവിടത്തേക്കുള്ള പെർമിഷൻ കിട്ടുമോ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങാൻ പറ്റിയില്ല. എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്? അത്രക്കും തണുപ്പായിരുന്നു. -5 -6 അല്ല. നിങ്ങൾക്ക് വ്യൂ കാണാൻ പറ്റും, ബേക്കിലെ വ്യൂ കാണാൻ പറ്റും, എല്ലാ വ്യൂവും കാണാൻ പറ്റും. നൈസാണ്. അപ്പോൾ ഗൈസ് ആദ്യം ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ. രാവിലത്തെ ഭക്ഷണമാണ് ഗൈസ്, ബ്രെഡും ജാമും. മതി, ഇതൊക്കെ മതി. നമുക്കിപ്പോൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓൾ സെറ്റ്. സുഖമാണോ? ഗുഡ് മോർണിംഗ്. സുഖമാണോ? എൻ്റെ മോനെ ഗ്ലാസ് തുറന്നിട്ട് കാണിക്കണമെന്നല്ലോ, പക്ഷെ ഗ്ലാസ് തുറന്നാൽ ഞാൻ ഫ്രീസായിപ്പോൾ ഇവിടെ. ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരും, ഇങ്ങനെ ഫ്രീസായിട്ട്. ഇത് ഇങ്ങനെ ക്യാമറയും പിടിച്ചിട്ട് അനങ്ങാൻ പറ്റില്ല, കാരണം -7 വരുന്നത്. ഓ മെയിൻ സീരിയസ്ലി താഴൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് എൻ്റെ ഒഫീഷ്യൽ ക്യാമറമാൻമാര്. മുത്തമണി, ബംഗ്ലാദേശ് മുത്തമണി. ഹായ് ക്യാമറമാൻ. വിരാട് കോഹ്ലി, ഹരിയാന വിരാട് കോഹ്ലി. മാമു കിധർ ഹൈ? മാമു സൈലന്റ് മാമു. ഹായ്. നിങ്ങൾ ഈ സോളോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സോളോ പോകുന്നത്, നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കണ്ടേ, എങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും. പക്ഷേ സത്യം പറയാലോ, നിങ്ങൾ കുറേ ആൾക്കാരെ കിട്ടും, കുറേ ഫ്രണ്ട്സിനെ കിട്ടും. അപ്പോൾ ഇതാ മൂപ്പരൊക്കെ കട്ട കമ്പനിയാണ്. അതുകൊണ്ട് എന്ന് പറയുന്നത് ഈ സോളോ വരുന്നതുകൊണ്ടില്ല പ്രശ്നമില്ല. സോളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്കൊരു 10-20 ഫ്രണ്ട്സ് കൂടി ആഡ് ചെയ്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അല്ലാണ്ട് വേറൊന്നുമല്ല. അതാണ് വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, നിങ്ങൾ തന്നെ എല്ലാ കാര്യം ചെയ്യണം, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന ഒരാളായിരുന്നു, പക്ഷേ ഇതിപ്പം അവരുടെ ടൈം നോക്കണം, അവരിത് നോക്കണം, നമ്മളെ ഇഷ്ടത്തിന് പോകാൻ പറ്റില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരാൾക്ക് സിക്ക് പിടിച്ച് അമ്മയുടെ സ്റ്റക്കാവും കാര്യങ്ങൾ. പിന്നെ സോളോ പോകാൻ തുടങ്ങി. സോളോ പോയാൽ എന്ന് വേണം, കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ ആൾക്കാരെ, പുതിയ ഫ്രണ്ട്സും, പുതിയ കോണ്ടാക്ട്സും കാര്യങ്ങളും. അപ്പോൾ ഐ ലൈക്ക് ഇറ്റ് മാൻ. അപ്പോൾ മുകളിലേക്ക് പോവാണ്. എന്തെങ്കിലും പെർമിഷൻ കിട്ടിയാൽ സെറ്റാണ്. എൻ്റെ മുത്തുമണീസ് നോക്ക് ഫുള്ള് ഇവിടെ പെർമിഷന് വേണ്ടി നിർത്തിയിട്ടായില്ല. ഇനി ഇവിടെ നിന്ന് അറിയാം നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ കാര്യങ്ങൾ അറിയില്ല. ഇനി ആദ്യം വേറെ പെർമിഷനും കാര്യങ്ങളും ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെ മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു, എന്തോ ഒരു ഇഷ്ടപ്പെട്ടു. മണാലിനെ കാട്ടിയെല്ലാം ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടോ ആ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷേ എന്തോ ഒരു പീസ്ഫുൾ വൈബാണ്. നല്ല ആൾക്കാരാണ് കേട്ടോ, ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല ആൾക്കാരാണ്. സൈഡിലേക്കെല്ലാം നിങ്ങൾക്ക് സ്നോ കാണാൻ പറ്റും കേട്ടോ, ചെറുങ്ങനെ. പക്ഷേ 20 കിലോമീറ്റർ ഉണ്ട്, പക്ഷേ 20 കിലോമീറ്റർ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. परमिशन एंड दो सी अभी आपके पैसे दो तो आप काटो ठीक ही ले सकते हैं, जा सकते हैं. आप तो पैसा का पागल है ना, इसलिए तो काटा दो, ये कटो ले जाएगा. ഓ അവിടെ ഫുള്ള് സ്നോ ഇല്ലൊരു മൗണ്ടൻ. ഓ മാൻ, പൊടി വ്യൂ ഉണ്ട്. നിങ്ങൾ മഞ്ഞിലൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടെങ്കിൽ തന്നെ സാരമില്ല. ആക്ച്വലി നമുക്ക് വ്യൂ അങ്ങനത്തെ ഒരു വ്യൂ ആണ്. എൻ്റെ മുന്നേ ഇവിടെയൊക്കെ നല്ല സ്നോ ഉണ്ട്. आप लोग का लाचुंग तक ये हम इधर लेके आ रहा है, ठीक है? ये लाचुंग देखो, ओरिजिनल परमिट में देखो. സോ ഗൈസ്, യുംതങ് വാലി പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ പറഞ്ഞാൽ പെർമിഷനോ എന്തോ സെറ്റായില്ല. കാരണം അത്രയ്ക്ക് മഞ്ഞ് വീഴ്ചയായിരുന്നു. ഇപ്പോൾ താഴെ ആയിട്ട് പോലും നല്ല മഞ്ഞുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവിടെ ഫുള്ള് മഞ്ഞാണ്. നല്ല തണുപ്പുണ്ട്. എന്താ ഇവിടുത്തെ സ്ഥലങ്ങളും ഞാൻ ഇട്ട ഷൂ ഉണ്ട്. ഇത് ഇങ്ങനത്തെ ഷൂ ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഉള്ളിലോട്ട് തണുപ്പ് കയറാണ്ടിരിക്കാനാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് അവർ ഷൂ തരും, പക്ഷെ അതൊരു ബോർ ഷൂ ആണ്. നിങ്ങൾക്ക് ആർമി ഷൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുന്നേ നല്ലത്. ഇതുണ്ടോ ഐസാണ്. ഇവിടെ ഫുൾ ഐസാണ്, ഇതുണ്ടോ. എന്തായാലും കൊള്ളാം. പക്ഷെ ഞാൻ കാര്യം പറയാം, ഐസ് ഇതിനെക്കാട്ടി ഞാൻ മണാലിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെക്കാട്ടി നമ്മൾ മണാലിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ഇത്ര പോലെയല്ലേ ഉള്ളൂ, വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ.
ഇന്നലത്തെ ആ ഒരു ഐസ്, കുറച്ച് സ്നോ വീണ ഐസാണിത്. ഇതും കൂടി ഇല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. കൊള്ളാം. സോ ഗൈസ്, നിങ്ങളിങ്ങനെ വീട്ടിലിരിക്കാണ്ട് നിങ്ങൊരു എന്താ പറയണ്ടേ ജോബിലും പിന്നെ അല്ലെങ്കിൽ എന്താ പറയണ്ടേ പബ്ജിയിലും അല്ലെങ്കിൽ ഗെയിമിലും അഡിക്റ്റ് ആയിരിക്കാണ്ട് നിങ്ങൾ സ്ഥലങ്ങൾ കാണാൻ പോവാം. ഇപ്പോൾ ജമ്മു കാശ്മീരാണ്, ഹിമാചൽ ആയിക്കോട്ടെ, സിക്കിം ആയിക്കോട്ടെ, മേഘാലയ ആയിക്കോട്ടെ, തവാങ് ആയിക്കോട്ടെ, നിങ്ങൾ സ്ഥലങ്ങൾ കാണുക. അതാണ് ശരിക്കും എക്സ്പീരിയൻസ്, അതാണ് ശരിക്കും ഏർണിങ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ കുറേ സമ്പാദിച്ചുകൊണ്ട് എന്താ ഇപ്പോൾ ഉപയോഗം? നിങ്ങൾ എന്തിനാണ് സമ്പാദിക്കുന്നത്? ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. ആ ഹാപ്പിനെസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സമ്പാദിച്ചിട്ട് കാര്യം? സോ പരമാവധി സ്ഥലങ്ങൾ കാണുക ഗൈസ്. പരമാവധി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ഒരു ഫ്രീ ടൈം കൊടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് എപ്പോഴാണ് ഈ സ്ഥലങ്ങൾ കാണേണ്ടത്? ഇനി മരിക്കാനാകുമ്പോഴാണോ കാണേണ്ടത്? മലയാളികളെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം, വീടിന് വേണ്ടി കോടിക്കണക്കിന് റുപ്പീസ് വീടിൻ്റെ പുറത്ത് ഇൻറ്റീരിയറിന് സ്പെൻഡ് ചെയ്യുന്ന പിന്നെയും വേർത്താണെന്ന് പറയും. അറ്റ്ലീസ്റ്റ് നല്ല വൃത്തി കടന്നുറങ്ങുക. ഈ വീട്ടിൻ്റെ പുറത്ത് ലിറ്ററലി അവർ ഭയങ്കര സെറ്റപ്പ് ആക്കും കോടികൾ കൊടുത്ത്. എന്തിൻ്റെ ആവശ്യം? അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് അവർ ഒരു സ്ഥലത്ത് ട്രാവൽ വരെ ചെയ്യാൻ പോവില്ല. പത്തറ്റിക്കാണ് സോ പരമാവധി ആവശ്യമില്ലാത്ത കാര്യത്തിന് സ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ ട്രാവലിങ് ആദ്യം ഇന്ത്യ ട്രാവൽ ചെയ്യും. ഇന്ത്യ തന്നെ കുറേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ്റെ പുറത്ത് ട്രാവൽ ചെയ്യും. എന്തായാലും ഗൈസ്, ഇതിപ്പം 1500 ഉറുപ്പിക്ക് ഇതൊരു വേർത്ത് തന്നെയാണ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ യുംതങ്ങാലി വരെ പോകും 1500 ഉറുപ്പിക്ക്. പക്ഷെ പെർമിഷൻ ഇല്ല, അത് സാരമില്ല, അതിന് പ്രശ്നവും കാര്യമൊന്നുമില്ല. എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എൻ്റെ കൂടെ വന്നവർക്ക് നല്ല പ്രശ്നമാണ്. അവർ എന്ന് പറയേണ്ടത് ഫുള്ള് സീനും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് കുറച്ച് പിക്ചേഴ്സ് എടുക്കാം. ഗൈസ്, മുകളിലേക്ക് ഇങ്ങനെ കയറാൻ നോക്കുകയായിരുന്നു. അങ്ങനെ കയറാൻ പറ്റുമോ? മുകളിലേക്ക് കയറി ഗൈസ്. എൻ്റെ ഗ്ലാസ്സിന് ഒന്നും സംഭവിച്ചിട്ടാ വന്നത്. ഗ്ലാസ് പിടിച്ചിട്ടാ കയറിയത് മുകളിലേക്ക്. ഫീൽ ഗോ ഗുഡ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. പക്ഷെ ഇവിടുത്തെ വ്യൂ കൊണ്ട് ഞാൻ നിന്ന് പോകുന്നു. വേറെ എന്ത് പറയാനാ? അയ്യോ, എൻ്റെ കാല് താഴ്ന്നു പോയിട്ട് കണ്ടോ? ശരിക്കും മുകളിൽ പോയാലും ശരിയായ വ്യൂ കിട്ടും. പക്ഷെ മുകളിൽ പോകാൻ ഒരു വഴിയുമില്ല, ആകെ മുമ്പി തെറ്റി. സീരിയസ്ലി ഗൈസ്, ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല, തണുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാലോ, വേറെ തന്നെ ഒരു ഫീലാണ്. എൻ്റെ മോനെ ഇവിടെ അടിപൊളിയാണല്ലോ. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ആ വെയിലും ഇതെല്ലാം ആയിട്ട് വേറെ ലെവല്. എൻ്റെ മോനെ ഗൈസ്, ഈ ഒരു വ്യൂ ഒന്നും എനിക്ക് പറയാനില്ല. നോക്കിയൊക്കെ, ലിറ്ററലി വേറെ ലെവല് എന്ന് പറയാം. ആ സണ്ണും ആ ചൂടും പിന്നെ തണുപ്പും രണ്ടും കൂടി അടിപൊളി. ഇനി അടുത്ത പ്ലാൻ എന്താണ് അറിയില്ല. പക്ഷെ ഇവർ ഇനി ഒന്നുമില്ല, ലഞ്ച് കഴിഞ്ഞ് തിരിച്ച് പോക്കായിരിക്കും മേ ബി. അതാണ് മെയിനായിട്ട്. സോ ഗൈസ്, ഇവിടുന്ന് നമ്മൾ പോവാണ്. ഇനി അടുത്ത എവിടത്തേക്കും അറിയില്ല. അടുത്ത ഇനി എവിടെയും പോവുകയായിരിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് നേരെ പിന്നെ ഗാങ്ടോക്കിലായിരിക്കും. എന്തായാലും ഇവിടെ നമ്മൾ പോലെ ലെറ്റ്സ് ഗോ.
ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല, നേരെ ഗാങ്ടോക്കിൽ പോകാൻ. അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവർ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത്. നമുക്ക് ഭക്ഷണം എല്ലാം കഴിക്കണം. എല്ലാം റാംസിലി പോയാൽ മതി, നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. ഹായ്. അപ്പോൾ നമ്മുടെ ടീമാണ് സിലിഗുരിയിൽ നിന്ന് ഗാങ്ടോക്കിൽ വരുമ്പം കിട്ടിയ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇവരോട് ചോദിച്ചു ബ്രെഡ് ഉണ്ടോയെന്ന്. ആദ്യം ബ്രെഡ് ചോദിച്ചു, ഇനി ബ്രെഡ് കഴിക്കാം. എന്തായാലും എന്തെങ്കിലും കഴിക്കണം. നമുക്ക് തിരക്കും കാര്യങ്ങളൊന്നുമില്ലല്ലോ, ഇവർക്കല്ലേ തിരക്ക്, നമുക്കത് തിരക്ക് ആറാംസ്ലി. വീണ്ടും ബ്രെഡും ചെയ്യാമോ? പൊളി എന്തായാലും നൈസാണ്. ഇവിടുന്ന് ഞാൻ ആദ്യം ഗാങ്ടോക്കിലേക്ക് പോലെ ഈ ഒരു 1500 രൂപയുടെ പാക്കേജ് ഇവിടെ എൻ്റെ ആണ്. ശരിക്കും പറഞ്ഞാൽ ലഞ്ചും കൂടി ഉണ്ട്. ലഞ്ച് കഴിച്ചിട്ടാണ് ഗാങ്ടോക്കിൽ ലീവ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് ഏർലി എന്ന് പറയുന്നത് ലഞ്ചൊന്നും കഴിക്കാനൊന്നുമില്ല. ഞാൻ ബ്രെഡ് കഴിച്ചു, അവരൊന്നും കഴിച്ചില്ല. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അവിടെ ഞാൻ ബ്രെഡ് കഴിച്ചു. അപ്പോൾ 1500 രൂപ പക്ക വേർത്താണ്. സ്റ്റേ, ഫുഡ്, പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, പിന്നെ വണ്ടിയും ഇങ്ങോട്ട് വരുന്നത്. 2500 കൊടുത്തിട്ടാണ് ഞാൻ റോത്താങ് പാസ് പോയത്. അപ്പോൾ അതും 1 ഡേ ഈവനിങ് വരെ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വേർത്താണ് കേട്ടോ. അതായത് 1500 രൂപ എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പം വളരെ കുറവാണ്. എന്തായാലും പോവാം. അച്ഛന്മാരെ അങ്ങനെ നമ്മൾ ഇവിടെ ഗാങ്ടോക്കിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. എന്ന് പറഞ്ഞാൽ കാർ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് പിന്നെ വ്യൂ ഒന്നും കാണിക്കാം. വ്യൂ എല്ലാം സെയിം തന്നെ. അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല വ്യൂ ആണല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകും. ഇവിടുന്ന് നേരെ പോകുന്നത് ഗാങ്ടോക്ക് റോപ്പ് ആണ്. റോപ്പ് ഒരു ഫേമസ് ആണ് ഗാങ്ടോക്കിൽ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതും കൂടി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർത്തല്ലോ. ഗാങ്ടോക്ക് ഞാൻ നിങ്ങളെ ശരിക്കും കാണിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. എന്തായാലും ഇപ്പം റോപ്പേയിലേക്ക് പോവാണ്. ഇവിടെ ടാക്സി സ്റ്റാൻഡിലുണ്ട്. ടാക്സി സ്റ്റാൻഡിൽ നേരെ റോപ്പേയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് റോപ്പേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നടക്കാൻ 4 മണിക്ക് ക്ലോസ് ആവും. ഇപ്പം 3 സംതിങ് ആയി. ഗൈസ് അപ്പം ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഒരാളുടെ ടിക്കറ്റിന് 117 ആണ്, 117 രൂപ. ഇവിടെ നിന്ന് താഴോട്ട് ഞാൻ കാണിച്ചില്ല, വ്യൂ ഒക്കെ കാണിച്ചില്ല. അടിപൊളിയായിരിക്കും, മേ ബി അടിപൊളിയായിരിക്കണം, അങ്ങനെയാണ് ഞാൻ കേട്ടത്. എന്തായാലും ലഗേജൊക്കെ എടുത്തോ പറഞ്ഞു. എന്തായാലും മുകളിലേക്ക് അതിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞാൻ ടിക്കറ്റ് എടുക്കുന്ന കാണിക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 170 രൂപ ഹാൻഡ് ക്യാമ്പിന് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യം എനിക്കത് എക്സ്ട്രാ പേ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് പിന്നെ ഞാൻ നൈസായിട്ട് അത് കേസിലിട്ടിട്ടാണ് ടിക്കറ്റ് എടുത്തത്. എന്തായാലും ലെറ്റ്സ് ഗോ. സാധനം വന്നിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റും. താഴോട്ട് കണ്ടില്ലേ? എന്റെ മോനെ ഇത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. നീ കണ്ടോ ഇവിടെ എത്ര ദൂരം ഉണ്ടായിരുന്നു. അത് താഴോട്ട് ഈ റോപ്പേയിലെ ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നതൊക്കെ തോന്നുന്നു. നിങ്ങൾ വരുമ്പോൾ ഒരു ഈവനിങ് ടൈം തന്നെ വന്നോ, അതായിരിക്കും ഏറ്റവും നല്ല, ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടുന്ന ഈവനിങ് ടൈം ആയിരിക്കും. ക്യാമറയുടെ നിലത്ത് വീണാൽ തീർന്ന് പ്രോഗ് തീർന്ന് ഇവിടെ കണ്ടോ. അതിങ്ങനെയാണ് ഇത് നമ്മൾ പോകുന്നത്. സെറ്റപ്പ് അല്ലേ ഇത്? അടിപൊളി. ഇതെങ്ങനെ ഇപ്പം ഞാൻ അവിടെ അമ്മ പോയിട്ട് ഇറങ്ങലായിരിക്കും മേ ബി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറെ ടാക്സി പിടിച്ച് പോവാം. ഇതായിരിക്കണം, അതാണ് തിരിച്ചു വരലുണ്ടാവില്ല. ഏതാണ്ടോ ഈ സൈഡിൽ വ്യൂ. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്, കിട്ടിയൊരു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. അധികം
ഷേക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, പേടിയൊന്നും ഉണ്ടാവില്ല. തീരെ ഷേക്കിംഗ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് തീരെ പേടിയും കാര്യങ്ങളൊന്നുമില്ല, ചില്ലാണ്. ഇതിലൊക്കെ മുകളിലേ പോകുന്നത്, നിലത്തേക്ക് വേണം ഒക്കെ തീർന്നു. പൊള്ളിയായിരിക്കും കേട്ടോ. ഓ ഇത് 2 സ്ഥലത്തൊന്നും കയറലുണ്ടല്ലേ ഗൈസ്. ഞാൻ തെറ്റിദ്ധരിച്ചു, ഇവിടം വരെ ഉള്ളൂ എന്ന്. പക്ഷെ ഇവിടം വരെയല്ല, നമ്മൾ തിരിച്ചങ്ങോട്ടേ ആക്കും. അത് ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ആ ഒരു സംഭവം കൂടി കഴിഞ്ഞു. എക്സ്പീരിയൻസ് അല്ലായിരുന്നു. 117 രൂപയ്ക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും. ഒരു 5-10 മിനിറ്റിൻ്റെ പരിപാടി, ഒരു 8 മിനിറ്റ്. അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഗാങ്ടോക്ക് പോകണം, ഒന്ന് ഫുഡ് അടിക്കണം, ഇതാണ് മെയിൻ പരിപാടി. എന്നിറങ്ങി ഇപ്പോൾ ഒരു ടീ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് കിട്ടുന്ന ടീ കിട്ടുന്ന ഷോപ്പാണെന്നാണ് പറഞ്ഞിട്ട്. എന്തായാലും അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. ടീ ബാർ ഇൻസൈഡ്. ലെറ്റ്സ് ഗോ. There is no tea over here. This tea shop. Yeah, to buy. That's what I said. You thought a drink? Yeah. I look really. So guys, ഇത് കുറേ മറ്റേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലേവർ ഇടുന്ന ടീ ഷോപ്പാണ്. നോ, ഞാൻ എന്നെ പറ്റിച്ചു. ഞാൻ വിചാരിച്ചിരുന്ന ടീ കുടിക്കാനാണ് വന്നത്. കണ്ടോ, ഫുൾ അടിപൊളിയാണ് കേട്ടോ, വേറെ ലെവൽ. भैया अच्छा है, अच्छा है ये वाला ये दार्जिलिंग का है, दार्जिलिंग और ये आसाम मामूली एक टिप बात करना कैसे चाय खरीद रही है. ചായ കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ടേ പോകും. ചായ സെറ്റാക്കിയില്ല. എന്തൊരു റേറ്റാണ് ഇവിടെ. 1 കിലോക്ക് 10,000 റുപ്യൊക്കെ. എന്തിനാ ഈ 10,000 റുപ്യ കൊടുത്ത് ചായ കുടിക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ മണ്ടന്മാർ. ഇതിന് തന്നെയാ 10,000 എന്നെല്ലാം പറയുന്നത്. ബിസ്ക്കറ്റ് ഒക്കെ പൊളി. ഓക്കെ, താങ്ക് യു. ബിസ്ക്കറ്റ് കുക്കി തിന്നാനല്ല, എന്തിനാ ഈ 10,000 റുപ്യെല്ലാം കൊണ്ട് 1 കിലോ ഇതെല്ലാം വാങ്ങുന്നു. ഓ ഈ ചായക്ക് 500 രൂപയൊക്കെ. എൻ്റെ മോനെ കിളി പോയി എൻ്റെ. ഗൈസ് ഇതാണ് പിന്നെ MG റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മുകളിലെ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഗൈസ് നമ്മളിവിടെ MG മാർക്കിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. 1500 രൂപ ആ പാക്കേജിനും പിന്നെ ഒരു എക്സ്ട്രാ എൻ്റെ അല്ലറ ചില്ലറ ചിലവിന് 200 രൂപ, ടോട്ടൽ 1700 റുപ്യ ചിലവായിട്ട് 2 ദിവസത്തേക്ക്. നല്ല വേർത്താണ്, എൻ്റെ അറിവിൽ നല്ല വേർത്താണ്. നിങ്ങൾ അടുത്ത മാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുംതാങ് വാലി വരെ പോകാൻ പറ്റും. സോ നല്ല വേർത്താണ്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക ഗൈസ്. നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ വൈറലാകാനുള്ള ചാൻസ് കൂടി വരികയാണ്. അപ്പോൾ ഗൈസ് ബി ഹാപ്പി ഗൈസ്, സ്പ്രെഡ് ഹാപ്പിനെസ്.